PSC ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട മറ്റു 3 ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് എപ്പോഴും LPUP ഇന്റർവ്യൂകളിൽ ചോദിച്ചു വരുന്ന 3 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. ആദ്യത്തെ ചോദ്യം, ഓർമ്മക്കുറിപ്പ് അഥവാ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന വിലയിരുത്തൽ ഉപാധി ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുക എന്നുള്ളതാണ്. അനക്ഡോട്ടൽ റെക്കോർഡ് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളുടെ വ്യവഹാരങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് പഠിച്ച് വിവിധ സന്ദർഭങ്ങളിൽ എങ്ങനെയെല്ലാം അവർ പെരുമാറുന്നു എന്നെല്ലാം നോക്കിക്കണ്ട് അനൗപചാരികമായി രേഖപ്പെടുത്തുന്ന കുറിപ്പുകളാണ്. ഇതിൽ സംഭവങ്ങളുടെ വിവരണവും വ്യാഖ്യാനവും ആവശ്യമാണ്. കുറിപ്പുകൾ വെറും 1-2 വാചകങ്ങളിൽ മാത്രം ഉൾക്കൊള്ളുന്നതാവരുത്. അതിൽ പൂർണ്ണമായൊരു വിവരണം അത്യാവശ്യമാണ്. കൃത്യമായും വസ്തുനിഷ്ഠമായും രേഖപ്പെടുത്തുന്ന ഇത്തരം കുറിപ്പുകൾ സമ്പൂർണവും ശരിയുമായ ഒരു മൂല്യനിർണ്ണയ ഉപകരണമല്ലെങ്കിൽ പോലും ഇതിലൂടെ ലഭിക്കുന്ന ഡാറ്റാസ് വെച്ച് ആ പഠിതാവിൻ്റെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ വ്യക്തിത്വ സവിശേഷതകൾ വിലയിരുത്താൻ സാധിക്കണം. ഇതൊരു മൂല്യനിർണ്ണയ ഉപകരണമായിട്ട് വ്യക്തമായ മൂല്യനിർണ്ണയ ഉപകരണമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കില്ല എങ്കിൽ പോലും ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അളന്ന് മനസ്സിലാക്കുന്നതിന് ഈ ഒരു അനക്ഡോട്ടൽ റെക്കോർഡ് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, കായിക ചലനപര ബുദ്ധി അഥവാ ബോഡ്ലി കൈനസ്റ്റിക് ഇൻ്റലിജൻസിന് ഒരു ഉദാഹരണം ഉൾപ്പെടുത്തുക. ഇത് നേരിട്ട് കായിക ചലനപര ബുദ്ധിക്കൊരു എക്സാമ്പിൾ ആയിരിക്കില്ല ചോദിക്കുക. മിക്കപ്പോഴും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നതിന് ശേഷം ഇത് ഏത് വിഭാഗത്തിൽ പെടുന്ന ബുദ്ധിയാണ്, ഏത് ഇൻ്റലിജൻറ്റ് പോർഷനിലാണ്, ഹവാർഡ് ഗാർഡനറിൻ്റെ ബഹുമുഖ ബുദ്ധി വ്യത്യസ്ത തരമാണ്, 9 തരമാണ്, ഇതെല്ലാം നമുക്കറിയാം. ഇതിൽ ഏത് തരമാണ് ഈ ഒരു ബുദ്ധി ഉൾപ്പെടുക എന്ന് ചോദിച്ചായിരിക്കാം LPUP ഇന്റർവ്യൂവിൽ സാധാരണയായി ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. എക്സാമ്പിളായി സ്വിമ്മിങ് അല്ലെങ്കിൽ ഒരു കുട്ടി കരകൗശല നിർമ്മാണത്തിൽ നല്ല പ്രാമുഖ്യം അല്ലെങ്കിൽ ആ കുട്ടിക്ക് നല്ല കഴിവുണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണ് ആസ് എ ടീച്ചർ നിങ്ങൾ എങ്കിൽ ആ കുട്ടി ഏത് തരത്തിലുള്ള ഒരു ബുദ്ധിയാണ് ആ കുട്ടിയിൽ കൂടുതൽ വർദ്ധിക്കുന്നത് എന്നായിരിക്കാം ചോദിക്കുക. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം അത് ബോഡ്ലി കൈനസ്റ്റിക് ഇൻ്റലിജൻസ് കൂടുതലുള്ള ഒരു കുട്ടിയാണ് എന്നാണ്. ഇതിനൊരു ഉദാഹരണം ആയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്വിമ്മിങ് അല്ലെങ്കിൽ കരകൗശല നിർമ്മാണം പറഞ്ഞു. മറ്റുള്ളവ ഏതെല്ലാമാണ് എന്നാണ് ഇനി പറയുന്നത്. ഡ്രൈവിംഗ്, ടൈപ്പിംഗ്, ഓട്ടം, ചാട്ടം, ആയോധന അഭ്യാസം ഇവയെല്ലാം തന്നെ കായിക ചലനപര ബുദ്ധിയിൽ ഉൾപ്പെടുന്നവയാണ്. നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഈ ബുദ്ധിയെ തന്നെ ഹവാർഡ് ഗാർഡനർ ആദ്യം 7 തരമായും പിന്നീട് എക്സ്ട്രാ 2 തരം ബുദ്ധി കൂടി ഉൾപ്പെടുത്തുകയും അങ്ങനെ 9 തരം ബുദ്ധി ഉണ്ടെന്ന് ഹവാർഡ് ഗാർഡനർ തന്നെ പറയുകയും ചെയ്തു. ശരീരത്തിൻ്റെ കായികവും പേശി സംബന്ധവുമായ കഴിവുകളാണ് ഈ ബുദ്ധിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് കായിക ചലനപര ബുദ്ധി അഥവാ ബോഡ്ലി കൈനസ്റ്റിക് ഇൻ്റലിജൻസിൽ ഉൾപ്പെടുന്നത് എന്താണ്? ശരീരത്തിൻ്റെ കായികവും പേശി സംബന്ധവുമായ കഴിവുകളാണ്. അങ്ങനെ വല്ല ചോദ്യങ്ങളാണ് വരുന്നത് എങ്കിൽ ഡ്രൈവിംഗ്, സ്വിമ്മിങ്, ടൈപ്പിംഗ് ഇതല്ലാതെ നമ്മുടെ ശരീര കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായുള്ള ഏതെങ്കിലും ഒരു തരം കഴിവാണ് പറയുന്നതെങ്കിൽ അത് ഈ കായിക ചലനപര ബുദ്ധിയിലാണ് വരിക. അത് നമ്മൾ ആലോചിക്കുക. ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ബോഡി, അതുപോലെ ബോഡിയുടെ നമ്മുടെ പേശി ഇതിൻ്റെയൊക്കെ വികാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ കഴിവുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അത് ഇത്തരം ഒരു ബോഡ്ലി കൈനസ്റ്റിക് ഇൻ്റലിജൻസിൻ്റെ ഒരു പരിധിയിൽ പെടുന്ന ഉത്തരമായിരിക്കണം. നെക്സ്റ്റ് വൺ, കാലാനുക്രമ സമീപനം അഥവാ ക്രോണോളജിക്കൽ അപ്രോച്ച് എന്നാൽ എന്താണ്? ഏത് വിഷയം പഠിപ്പിക്കുന്നതിനാണ് ഈ രീതി കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്? നമുക്കറിയാം ക്രോണോളജിക്കൽ അപ്രോച്ച് എന്ന ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് എപ്പോഴും കാണാം. അതെപ്പോഴും സാമൂഹ്യശാസ്ത്ര ബോധനത്തിലാണ് കാണാറുള്ളത്.
പാഠ്യപദ്ധതി അവതരണത്തിലെ ഒരു സമീപന രീതിയാണ് ഈ കാലാനുക്രമ സമീപനം എന്ന് പറയുന്നത്. നമ്മള് എപ്പോഴും സോഷ്യൽ സയൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് ആ ഒരു സബ്ജക്റ്റാണ് ഇതിൽ വരുന്നത്. 3-ാം ക്ലാസ് വരെ നമ്മൾ EVS ആണ്. 3ഉം 4ഉം EVS ആണ് എങ്കിൽ പോലും നമ്മൾ 3ലും 4ലൊക്കെ നമ്മുടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു ടോപ്പിക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എടുക്കുകയാണ്. 4ാം ക്ലാസ്സിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്സ് കൊടുക്കും. അത് തുടർന്ന് 5, 6, 7, 8, 9, 10 ക്ലാസ്സുകളിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കാലക്രമത്തിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റിങ്ങും അവർക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ദണ്ഡി യാത്ര കഴിഞ്ഞ കുട്ടീനെ പഠിപ്പിക്കുന്നത് 1857 സ്വാതന്ത്ര്യ സമരം. പിന്നെ അത് കഴിഞ്ഞ് കുട്ടിക്ക് കൊടുക്കുന്ന ടോപ്പിക്ക് 1947 സ്വാതന്ത്ര്യം ലഭിച്ച സംഭവങ്ങൾ, ക്വിറ്റ് ഇന്ത്യ സമരം, അവസാന കാലഘട്ടത്തിലെ ക്വിറ്റ് ഇന്ത്യ സമരം, അതിനിടയ്ക്ക് അത് കഴിഞ്ഞ് ജാലിയൻ വാലാബാഗ്. ഇങ്ങനെ ഒരു ഓർഡർലെസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് അത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ കുട്ടിക്ക് ഓർത്ത് വെക്കാനും എല്ലാത്തിലും ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമ്മൾ അതൊരു ഓർഡറായിട്ട് കുട്ടികളുടെ മനസ്സിൽ നിൽക്കും വിധം ക്രോണോളജിക്കൽ ഓർഡറിലാണ് ആ ഒരു സംഭവങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നത് എങ്കിൽ അത് കുട്ടികൾക്ക് ഏറെ ഉപകാരപ്രദമാവും. പഠിക്കാനും ഓർമ്മയിൽ വെക്കാനും ഒരു ടോപ്പിക്ക് അത് ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആകാനും ഇത്തരമൊരു രീതിയിലുള്ള പഠനം ഒരുപാട് ഉപകാരം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സംഭവത്തിൻ്റെ പ്രസക്തി അത് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ കാലിക സന്ദർഭം കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ദണ്ഡി മാർച്ച് ആണെങ്കിൽ പോലും അതുണ്ടാകാനുള്ള സാഹചര്യം, ഉപ്പിന് വന്ന നികുതി, അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ, ഇങ്ങനെ അതിനെ ചുറ്റിപ്പറ്റി എല്ലാം അറിഞ്ഞതിന് ശേഷം ദണ്ഡി മാർച്ചിലേക്ക് കടക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അതൊരു ശരിയാണ്, അങ്ങനെയാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ ഒരു സംഭവത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ അതിൻ്റെ കാലിക സന്ദർഭം കൂടി അറിയണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ സംഭവങ്ങൾ കാലക്രമത്തിൽ പഠിക്കാം. മറ്റൊരു ഉദാഹരണം പിന്നീട് പറയുകയാണെങ്കിൽ ഡൽഹിയിലെ മുസ്ലിം രാജവംശത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടക്കം തൊട്ട് തന്നെ ഇതേപോലെ പഠിപ്പിക്കണം. അതായത് ആദിമവംശം, അത് കഴിഞ്ഞ് തുഗ്ലക്ക്, സയ്യിദ്, ഖിൽജി, അങ്ങനെ അവസാനം ലോധി, ഇങ്ങനെ അതേ ഓർഡറിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്കത് ഓർത്തു വയ്ക്കാനും പഠിക്കാനും ഒരുപാട് എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ക്രമമായിട്ടുള്ള സമീപനം അഥവാ ക്രോണോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് പാഠ്യപദ്ധതി സമീപനത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് സോഷ്യൽ സയൻസ് പഠിക്കുമ്പോഴാണ്, സാമൂഹ്യ ശാസ്ത്രം. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ 3 ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് LP UP ഇൻ്റർവ്യൂവിന് ചോദിച്ച് കാണുന്നതാണ്. നിങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ ഇതിനോടുകൂടി ഓർത്ത് പറയാം. ഞാൻ പെട്ടെന്ന് ചോദ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് കൂടി ഞാൻ പഠിപ്പിച്ചതും കേട്ടതുമായിട്ട് എനിക്ക് തോന്നുന്ന ഉത്തരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് തന്നത്. ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ നന്നായി ഉത്തരം പറയാൻ സാധിക്കാം. ഉദാഹരണങ്ങൾ ഇതിനേക്കാൾ നന്നായി പറയാൻ അവിടെ സാധിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഉദാഹരണങ്ങൾ കൂടി പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഇൻ്റർവ്യൂ ഏറ്റവും നന്നായി മാറട്ടെ, നല്ലതായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.